സംഭവം ഇവിടെ ആവർത്തിക്കുകയാണ്. ഇവിടെ വളരെ കൃത്യമായിട്ട് നമുക്ക് നോക്കാം. മറുനാടൻ ഷാജൻ ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ടെന്നതിൽ മരിച്ച വ്യക്തിയുടെ മതവും ജാതിയും ഇതൊക്കെ നോക്കിയിട്ടാണോ ഇനി ഈ യൂട്യൂബർമാര് പ്രവർത്തിക്കുന്നത്, അവര് സംഭാഷണം നടത്തുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ടൈം ഷൈനി അറിയാത്തവരാരുമില്ല. ഞാൻ ഈ ഒരു വിഷയം ചെയ്തിട്ട് ഇപ്പോൾ ഒരു 2 ആഴ്ച ആവുന്നു ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് തന്നെ. ഓക്കെ, ഇടയ്ക്ക് ഞാൻ ഇതിനെക്കുറിച്ച് 2-3 വട്ടം സംസാരിച്ച കാര്യങ്ങളാണ്, പിന്നെ കുറെ ന്യൂസും കാര്യങ്ങളായിട്ട് പോയി. പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മുടെ ഈ മറുനാടൻ ചാനലും അതുപോലെ തന്നെ യൂട്യൂബർ അതുൽ വ്ളോഗ്സും ഇതിനെക്കുറിച്ച് നിരന്തരമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അവർ ചെയ്യുന്ന ഓരോ പോരാട്ടവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കും കൂടെ ഒരു ഇൻസ്പിറേഷനാണ് സത്യം പറഞ്ഞാൽ. ഓക്കെ, എവിടെ കിടക്കുന്ന ഒരു അമ്മയും 2 കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഇത്രയും കടന്ന് പോരാടുന്നു. അപ്പൊ തന്നെ ഇത് എതിർക്കാൻ വേണ്ടി 100 ആൾക്കാർ വരുമ്പോഴാണ് ഞാൻ ആലോചിച്ചു പോകുന്നത്. അവർക്കുണ്ടായ പീഡനം അത് ആരും മനസ്സിലാക്കുന്നില്ല. അന്ന് രാത്രിയിൽ അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ദൃശ്യങ്ങളും കാര്യങ്ങളും എല്ലാവരും കണ്ടതായിരിക്കും. ചില അമ്മാവന്മാർക്ക് ഇതിനൊന്നും അങ്ങോട്ട് പിടിക്കുന്നുമില്ല. ഓക്കെ, എന്തായാലും നോബിയുടെ മറ്റവനും ഉണ്ടല്ലോ, പള്ളിയിലെ മോനും അവനും ഒക്കെ ഇത് കുരു പൊട്ടത്തെങ്കിൽ പൊട്ടട്ടെ. ഓക്കെ, ഇനി ഈ ഒരു വിഷയത്തിൽ ഞാനും ചർച്ച ചെയ്യുന്നതായിരിക്കും. എന്തായാലും ജസ്റ്റിസ് ഫോർ ഷൈനി എന്നുള്ളൊരു എല്ലാവരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ ഈ ഒരു വിഷയം ഏറ്റെടുത്ത് തന്നെ ഇരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ വിടാൻ ഉദ്ദേശമില്ല. ഇപ്പം റിയാക്ഷൻ ചെയ്യുന്നവരെയാണ് കുറ്റപ്പെടുത്തുകയും മൊത്തം ചെയ്യുന്നത്. എന്തായാലും വളരെ മോശം. നമ്മൾ ഈ നീതി പിടിച്ചു കൊടുക്കാൻ വേണമെങ്കിൽ നമുക്ക് ഒരു വട്ടം ഒരു കണ്ടന്റ് ചെയ്തെന്ന് പറഞ്ഞ് നമുക്ക് പിന്നെ തിരിഞ്ഞു നോക്കാതിരിക്കാം. പക്ഷെ പിന്നെയും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ആൾക്കാർക്കും ബുദ്ധിമുട്ട് വരുന്ന രീതിയിലൊക്കെയാണ് ഓരോ മെസ്സേജും കമന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ പറയുന്ന മറുനാടനാണെങ്കിലും അതുൽ വ്ളോഗ്സിനെതിരെയൊക്കെ ആണെങ്കിലും ഒരുപാട് ആൾക്കാർ മോശമായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് തന്തയ്ക്ക് പുറക്കാത്തവനെന്ന് വരെ വിളിക്കുന്നവരുണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ. ഓക്കെ, എന്തായാലും ഒരു വോയിസ് വെച്ചുതരാം. മറുനാടനകത്ത് കേട്ട ഒരു വോയിസ് ആണ്. എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ഒരു സബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്ത നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് കൊടുക്കുക. ഈ മറുനാടനും കൂട്ടാളികളും കൂടെ കൂടിയിട്ട് കഴിഞ്ഞ 3 ആഴ്ച അങ്ങോട്ട് ആഘോഷിച്ച് മഹത്വവൽക്കരിച്ച് ഈ സംഭവത്തെ ഇത്രമാത്രം വികൃതമാക്കി. ഇപ്പൊ ഇതാണ്ട കിടക്കുന്നു. വേറൊരു അമ്മയും ഒരു കുഞ്ഞും കൂടെ കൂടിയിട്ട് ട്രെയിനിന് മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഇവിടെ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഇവരുടെ സാമൂഹ്യ ഉത്തരവാദിത്തം, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഇതുപോലെ മഹത്വവൽക്കരിച്ച് ഇതിന്റെ A to C കാര്യങ്ങൾ തലമുടി നാരിഴ കീറി അവർ പ്രഘോഷിച്ച് ഇത് അന്നേ പല ആൾക്കാരും സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ച ഒരു കാര്യമാണ്. ഇത് ഒരു പുതിയ ആൾക്കാർക്ക് അറിയാനാണ്. പലയിടത്തും ഒറ്റയും പെട്ടയായിട്ടൊക്കെ സംഭവിക്കുന്നതാണ്. പക്ഷെ ഇത് തേങ്ങി നിൽക്കുന്ന അനേകർക്ക് തെറ്റായ രീതിയിൽ ചിന്തിക്കുന്നതിനുള്ള വഴിവെക്കാനുള്ള സകല സാധ്യതയുമുണ്ട് എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വിവരമുള്ള പല ആൾക്കാരും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇതാണ്ട് ഇതിന്റെ ആ ഒരു ചൂടാറുന്നതിന് മുൻപ് ഇതുപോലെയുള്ള സംഭവം ഇവിടെ ആവർത്തിക്കുകയാണ്. ഇവിടെ വളരെ കൃത്യമായിട്ട് നമുക്ക് നോക്കാം. മറുനാടൻ ഷാജൻ ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ടെന്നതിൽ മരിച്ച വ്യക്തിയുടെ മതവും ജാതിയും ഇതൊക്കെ നോക്കിയിട്ടാണോ ഇനി ഈ യൂട്യൂബർമാര് പ്രവർത്തിക്കുന്നത്, അവര് സംഭാഷണം നടത്തുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഉറപ്പായിട്ട് ഞാൻ പറയാം, മറുനാടനല്ല അവന്റെ കൂട്ടാളികൾ ആരും മിണ്ടിയേല. ഇത് നോക്കിക്കോ, നിങ്ങൾ ഓരോരുത്തരും നോക്കിക്കോ. ക്നാനായ സമുദായത്തിന്റെ കോട്ടയം അതിരൂപതയുടെ സ്ഥാപനത്തെ പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവിടെ ആക്രമിച്ചത്. അതിനവർക്ക് പ്രത്യേക കാരണമുണ്ട്. ഷൈനിയുടെ മരണം ഇത്രയ്ക്ക് സന്തോഷിക്കുന്ന വ്യക്തികളൊക്കെ ഈ കേരളത്തിലുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇവന്റെ വീട്ടിൽ ഏതെങ്കിലും പെണ്ണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജീവനും കൊണ്ട് ഓടിക്കൂ, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ജീവനും കൊണ്ട് എവിടെയെങ്കിലും ഓടിക്കൂ എന്റെ പെങ്ങന്മാരെ, സീരിയസ് ആയിട്ട് പറയാണ്. ഇതുപോലുള്ളവന്മാരൊക്കെ ഉള്ള വീട്ടിലെ സ്ത്രീകളാണെങ്കിൽ ഉറപ്പായിട്ട് ഇതുപോലൊക്കെ കാണിച്ചു കൂട്ടുക. കാരണം ഇവനെ പോലുള്ളവന്മാരെ ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ഞാൻ പലൊക്കെ വിളിച്ചു പറഞ്ഞ എന്റെ പൊന്നു എന്താ പറയണ്ടേ, നമ്മുടെ അതുലിനേക്കാളും കഷ്ടമാണ്. ഞാൻ ഉള്ള ആയിട്ട് ഞാൻ തുറന്നു പറയാം. പിന്നെ ഞാൻ ഇതിപ്പം യൂട്യൂബേഴ്സിനെ എല്ലാത്തിനെയും കൂടെ നീ അങ്ങ് ഉണ്ടാക്കി കളയെന്ന് പറഞ്ഞുകൊണ്ട് തന്നെടാ ഞാൻ ഈ ഒരു വിഷയം ഏറ്റെടുത്തത്. നിന്നെ കൊണ്ടൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നെങ്കിൽ നീയൊക്കെ ചെയ്യാൻ നോക്ക്. ഇത് ഡെയിലി ചെയ്യും ഈ വിഷയം. ഇവർക്ക് നീതി കിട്ടുന്നവരെ, അവനെ ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവരുന്നവരെ ഞങ്ങൾ ഇത് ചെയ്തിരിക്കും. നിന്നെ കൊണ്ടൊക്കെ എന്താണെന്ന് വെച്ചാൽ എന്ത് ഉണ്ടാക്കണം.
ഇനി വേറൊരു രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഷൈനിയുടെ അച്ഛൻ ഇപ്പം നോവിക്കും ജോബിക്കും എതിരെ കേസുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു. എന്റെ മകൾക്ക് നീതി കിട്ടണം, ആദ്യം ആ കിളവനുണ്ടല്ലോ, ആ കിളവനെ ഓറഞ്ച് എടുത്തിട്ട് മോന്തക്കിട്ട് ഉരയ്ക്കണം. ഞാനിപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, വേറെ വല്ല സാധനം ഓറഞ്ച് എന്നങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയാണ് ആദ്യം പൊട്ടിക്കുന്നത്. സ്വന്തം മോടെ ശവം വരെ വിറ്റ നാറിയാണ്. അത് കഴിഞ്ഞിട്ട് മീഡിയക്കാർ പിറ്റേ ദിവസം വീട്ടിൽ വന്ന സമയത്താണെങ്കിൽ അയ്യോ നമുക്കൊന്നും അറിയാൻ പറ്റില്ല, ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മണ്ടക്കോട്ടെടാ, ഉണ്ടാക്കിയാൽ പോരാ, മക്കളെ ഉണ്ടാക്കിയാൽ പോരാ, അവരെ പോറ്റാനുള്ള ഇതും വേണമായിരുന്നു. ഓക്കെ, കെട്ടിച്ചു വിടണമെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ തന്തമാരാണ് അത് പരിഹരിക്കാനും അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാനും നോക്കുന്നത്. താനെന്ന് പറയുന്ന വൃത്തിയട്ട ജന്തു. കാരണം മൂത്ത മക്കളും ഇളയ മക്കളൊക്കെ കെട്ടിടക്കിന് അയച്ചു കൊടുക്കുമല്ലോ, അത് മതി, ഇനി ഒരുത്തി പോയി തൊലനെങ്കിൽ തൊലഞ്ഞോട്ടെ എന്നുള്ളൊരു ചിന്ത മാത്രം. ഓക്കെ, ഇപ്പം തമ്പുരാൻ പോയി കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് മറ്റേ അവർക്ക് വേണ്ടി. അയ്യോ എൻ്റെ മകൾക്ക്, കാരണം എന്താ സോഷ്യൽ മീഡിയയിൽ അങ്ങ് നെഗറ്റീവായി, പടുകളവന് നെഗറ്റീവ് ആയപ്പോഴത്തേക്ക് നിക്കക്കളിയില്ല കാണിച്ചു കൂട്ടിയ. എന്തായാലും നമുക്ക് അതിലോട്ടൊന്ന് പോയിട്ട് വരാം. ഒടുവിൽ ഷൈനിയുടെ പിതാവ് കുര്യാക്കോസ് അച്ചായന് അനക്കം വെച്ചു. തന്റെ മകളായ ഷൈനിയുടെയും കൊച്ചുമക്കളുടെയും മരണത്തിന് മുഖ്യ കാരണക്കാരനായ ഭർത്താവിനും കുടുംബത്തിനുമെതിരെ ഷൈനിയുടെ വീട്ടുകാർ ഇതുവരെയായി ഒരു പരാതി പോലും നൽകിയില്ല. കേസിൽ തണുപ്പൻ സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയതിന് പിന്നാലെ നോബിക്ക് ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ട് ഷൈനിയുടെ പിതാവ് കുര്യാക്കോസ് ഹർജിയിൽ കക്ഷി ചേർന്നു. അതോടെ ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതിയും ഷൈനിയുടെ ഭർത്താവുമായ നോബി ലൂക്കോസിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി മാറ്റി. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത് മാറ്റിയത്. കേസിൽ വിശദമായ റിപ്പോർട്ട് നൽകുവാൻ ഏറ്റുമാനൂർ പോലീസിനോട് കോടതി ആവശ്യപ്പെട്ടു. പോലീസ് റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം കോടതി ഹർജി പരിഗണിക്കും. മുൻപ് ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ നോബി ലൂക്കോസ് നൽകിയ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. പോലീസ് റിപ്പോർട്ട് എതിരായിരുന്നു. ഇതിന് പിന്നാലെയാണ് നോബി സെഷൻസ് കോടതിയെ സമീപിച്ചത്. നിലവിൽ പ്രതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമാണ് ഏറ്റുമാനൂർ പോലീസ് ചുമത്തിയിരിക്കുന്നത്. ഷൈനിയുടെയും മക്കളുടെയും മരണത്തിന് ശേഷം 8-ാം ദിനം മാത്രമാണ് അറസ്റ്റ് നടപടി ഉണ്ടായത്. തൊടുപുഴ സ്റ്റേഷനിൽ ഗാർഹിക പീഡനത്തിന് ഭർത്താവ് നോബി ലൂക്കോസ്, നോബിയുടെ മാതാവ്, നോബിയുടെ ജ്യേഷ്ഠ സഹോദരനും ജ്ഞാനായ കത്തോലിക്ക സഭയിലെ പാതിരിയുമായ ബോബി സി ബേബി എന്നിവർക്കെതിരെ 1046/2024 ക്രൈം നമ്പറായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കേസിൽ IPC 498A, IPC 34 എന്നീ വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ആദ്യം പ്രകാരം തൊടുപുഴ JFMC കോടതി ഒന്നിൽ ട്രയൽ ആരംഭിച്ചിരുന്നു എന്നുള്ള വിവരം ആദ്യമായി പുറത്തുവിട്ടതും ITV ന്യൂസ് ആയിരുന്നു. ഈ വിവരം പുറത്തു വന്നതിന് ശേഷമായിരുന്നു നോബിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്നാൽ 174 വകുപ്പ് പ്രകാരം ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രം ചുമത്തി നോബിക്കെതിരെ മാത്രമാണ് ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഷൈനിയുടെ വീട്ടുകാരായിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ, ഇടവക്കാരായിക്കോട്ടെ, ഷൈനിക്കും മക്കൾക്കും നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത്, ഗാർഹിക പീഡനത്തിന് ഷൈനിയുടെ പരാതിയിൽ തൊടുപുഴ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 1046/24 ക്രൈം നമ്പറായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ കേസാണ്. ഈ കേസ് എന്തുകൊണ്ടാണ് ഷൈനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന ഏറ്റുമാനൂർ പോലീസ് മുകളിലേക്കെടുത്തില്ല? ഷൈനിയുടെ അടിനാവിക്ക് തൊഴിച്ച് കൈവാഴ്ച കിടന്നതായി പരിശോധിച്ച ഡോക്ടറുടെ റിപ്പോർട്ട് വരെയുണ്ട് ഈ കേസിൽ. ആ എഫ്ഐആറും FIS-ഉം എന്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുവരെ പരിഗണിച്ചില്ല? ആദ്യം പ്രകാരം ഗാർഹിക പീഡനം എന്ന വകുപ്പ് കൂടി ചേർത്ത് ആ കേസിൽ പ്രതികളായ വീട്ടുകാരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല. ഏറ്റുമാനൂർ പോലീസ് തൊടുപുഴ സ്റ്റേഷനിൽ ഷൈനിയുടെ പരാതിയിൽ 1046/2024 ക്രൈം നമ്പറായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കേസിൽ IPC 498A, IPC 34 എന്നീ വകുപ്പുകൾ ചുമത്തി തൊടുപുഴ JFMC കോടതി ഒന്നിന്റെ പരിഗണനയിലിരിക്കുന്ന കേസിൻ പ്രകാരം നോബിക്കും കുടുംബക്കാർക്കുമെതിരെയും ഗാർഹിക പീഡന നിരോധന വകുപ്പ് അനുസരിച്ച് കേസ് എടുക്കണം. ഇവന്മാരെ വെറുതെ വിടരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അന്ന് അവർ 3 പേരും കൂടെ ഡ്രൈവർ ട്രാക്കിലോട്ട് പോയ സമയത്ത് ആ ഇളയ കൊച്ചി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഷൈനി എന്താ പറയണ്ടേ, അവരെ കെട്ടിപ്പിടിച്ചിട്ടാണ്. അത് ആ ലോക്കോ പൈലറ്റ് ഈ പറഞ്ഞ മഴവിൽ മനോരമയ്ക്ക് അത് കുറെ കാര്യങ്ങൾ വെട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ടായത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചങ്ക് പൊട്ടുമോ ബാക്കിയുള്ളതിൻ്റെ ചങ്ക്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ജീവിക്കാൻ കൊച്ചു പിള്ളേർ, അപ്പം നമുക്കാണെങ്കിൽ പോലും അറിയാലോ ഓരോ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുഞ്ഞു മനസ്സിന് എന്തെങ്കിലും അറിയാവോ? ഇപ്പം ഈ കേസ് പിന്തിരിപ്പിക്കാൻ വേണ്ടി പല തോന്നിവാസവും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നോബിക്ക് വേണ്ടി പറ്റി കിടക്കുമായിരുന്നു എന്ന് അറിയാം അമ്മായിപ്പര. ആ കുഞ്ഞുങ്ങളെങ്കിലൊന്നും ഇയാൾക്ക് ആലോചിച്ചുകൂടായിരുന്നു. ഇത്രേ ഉള്ളൂ. ഇതാണ് സ്വന്തത്തിനും ബന്ധത്തിനും പോലും വിലയില്ലെന്ന് പറയുന്നത്. അമ്മമാർ കാണും അവർക്ക്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെയും അന്ന് എനിക്ക് തോന്നി ഈ ഷൈനിയുടെ അച്ഛൻ, അതായത് ഷൈനിയുടെ അമ്മ, ഈ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ട് അനുസരിച്ച് പോകുന്നൊരു സ്ത്രീ, അവർ അടുക്കളയിൽ നിന്ന് അന്ന് ഇറങ്ങിയില്ല, ഇങ്ങനെ എത്തി നോക്കി ഇത് മാത്രം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഷൈനിക്ക് വേണ്ടി സംസാരിക്കാൻ വന്ന നമ്മളെപ്പോലുള്ളവർക്കൊക്കെയാണ് കുറ്റങ്ങൾ. പ്രത്യേകിച്ച് മറുനാടൻ, അതുപോലെ തന്നെ അതുൽ ബ്ലോഗ്സ്, ഇവർക്കൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആലോചിക്കുകയാണ് ഇപ്പോൾ ഇതൊക്കെ വന്ന് ഈ സംസാരിക്കുന്നവർക്ക് ഇങ്ങനെ. അപ്പോൾ ആ ഷൈനി എത്രമാത്രം പീഡനം അനുഭവിച്ചു കാണും. എന്തായാലും ഈ ഒരു കേസായിട്ട് നമ്മൾ വെറുതെ വിടത്തില്ല. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ജസ്റ്റിസ് ഫോർ ഷൈനി എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം ഇനി ഒരു ഷൈനി ഉണ്ടാവരുത് നമ്മുടെ നാട്ടിൽ. ഓക്കെ, ബൈ, ലവ് യു.